പാത്രം വേണോ അമ്മേ? മീൻ പെരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഈ വെണ്ടയ്ക്ക ഇങ്ങനെ കൊണ്ടാട്ടം പോലെ കത്തിരി മോളെ ഇന്ന് മാമ വരുമല്ലോ. കാണാൻ മതിയാവണില്ലേ? ഓ ചിക്കൻ അടുപ്പൊക്കെ അറിയോ? അപ്പൊ കേറിക്കൊണ്ടിരിക്കണു. അതെ, കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യണം. നിങ്ങക്ക് തിന്നാനല്ല, അവന് ഫ്രൈ ഒന്നും വേണമെന്നൊന്നുമില്ല. അളിയൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അതിന് പകരം മീൻ വറുക്കണ്ടല്ലോ. മീൻ വറക്കല്ലേ? മീൻ കുടംപുളിയിട്ട് വറ്റിച്ച് വെക്ക്. പറഞ്ഞതല്ലേ. കണ്ട അളിയൻ വരുന്നതിന് സന്തോഷം കണ്ട അവന്. ചോറൊക്കെയോ? അയ്യോ ചോറ് അമ്മ അവിടെ പുറത്തിട്ടേക്കണു. വെന്തു പോയൊന്നും നോക്കിയമ്മേ. അതെ, എൻ്റെ അളിയെ പറഞ്ഞ കാര്യം മാറാതിരിക്കാൻ വേണ്ടി അളിയനെ മാക്സിമം സന്തോഷിപ്പിക്കണം. കൊടുക്കാളെല്ലാം കൊടുക്കണം. അപ്പൊ അതാണ് കാര്യം. മനസ്സിലിരിപ്പോ എന്തൊരു കുഴപ്പം? ഞാൻ വിചാരിച്ചു അവനോട് സ്നേഹം വന്നിട്ടോ. കൊറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പൊ കാണാൻ തോന്നുന്നുണ്ടാവും വിചാരിച്ചു. നീ ആലോചിച്ച് നോക്കിയേ, പാലായി കിടക്കണം ഞാൻ ഇവിടെ വന്ന് നിന്നെ കല്യാണം കഴിച്ച് ഇവിടെ താമസിച്ച് ഈ സ്വത്ത് മുഴുവനും എൻ്റെ മണ്ടയ്ക്ക് കർത്താവ് അനുഗ്രഹിച്ച് തരണമെങ്കിൽ ഞാൻ ഭാഗ്യം ചെയ്തവനല്ലേ. ഭയങ്കര വേവുള്ളായിരിക്കും. ഒന്നുകൂടെ ഞാനേ അളിയനെ കാണാതെ എനിക്ക് ആകെ ഒരു അളിയൊന്ന് എത്തിയാൽ മതിയായിരുന്നു. നേരെ സന്ധ്യയായല്ലോ, ഇതുവരെ വന്നില്ലോ. അവ കാറിലല്ലേ വരുന്നത്, വഴിയിൽ ബ്ലോക്ക് ഉണ്ടാവും. ഇപ്പൊ വരും. കനകനല്ല, അവ എത്ര വഴിയാലും വരും എനിക്കറിയാം. നീ പറഞ്ഞ സാധനം മിലിറ്ററി. മുരളി തിരിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും. അതെ, ഇന്ന് സാധനം കൊണ്ടുവന്നിട്ട് എൻ്റെ ആളിയൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് അറിഞ്ഞൂടാ മാവ. എൻ്റെ ജീവിതത്തിൽ എന്താ ഭയങ്കര സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു. ആളിയനെ 2 എണ്ണം ഒഴിച്ച് എൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് കുറേ അളിയനൊന്ന് സ്നേഹിക്കണം. എന്തോ എൻ്റെ ജീവിതം മാറി മറിയാൻ പോകുന്നൊരു ദിവസമായിട്ടാണ് എനിക്കിന്ന് തോന്നണേ. പാവളിയനാ, സ്നേഹമുള്ളവനാ. തന്നെ അത് തന്നെ തങ്കം. ചേച്ചിയാ അമ്മ വാ വാ, അളിയൻ വന്ന് ഇറങ്ങി വാ. മക്കളെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നില്ല? സന്തോഷം. പിന്നെ നമുക്ക് മൂകാംബിക ഒരു സമ്മാനം തന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്.